കേരളം ദർശിച്ച 3 മഹാഗുരുക്കന്മാരാണ് ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികളും. ഈ 3 ഗുരുക്കന്മാരും അദ്വൈത വേദാന്തികളായിരുന്നു. അതിൽ ശങ്കരാചാര്യർ അദ്വൈത ദർശനത്തിന് ഭാഷ്യം രമിച്ചുകൊണ്ട് സിദ്ധാന്തം സ്ഥാപിക്കുകയുണ്ടായി. ശങ്കര ഭഗവത്പാദരുടെ അവതാരത്തിന് ശേഷം 1400 വർഷങ്ങൾ കഴിഞ്ഞാണ് ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമിയുടെയും അവതാരം സംഭവിക്കുന്നത്. അതിൽ ഈ മഹാത്മാക്കൾ ശങ്കര ദർശനത്തെ ഉൾക്കൊള്ളുകയും എന്നാൽ അതിനെ അതിവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രസ്ഥാനത്രയത്തിന് ശങ്കര ഭഗവത്പാദർ ചമച്ച ഭാഷ്യം ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും സുസൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് കാണാം. അവരുടെ രചനകളിൽ, കൃതികളിൽ അതിൻ്റെ അനുരണനം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ചട്ടമ്പിസ്വാമി തിരുവടികൾ എഴുതിയ വേദാധികാര നിരൂപണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ന സ്ത്രീ ശൂദ്രോ വേദമധീയത. സ്ത്രീയും ശൂദ്രനും വേദം പഠിക്കാൻ അവകാശമില്ല എന്നുള്ള സ്മൃതി വചനമുണ്ട്. ആ സ്മൃതി വചനം അലംഘനീയമായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ചട്ടമ്പിസ്വാമികളാണ് അതിനെ സുധീരം നേരിട്ട് യുക്തിഭദ്രമായിട്ട് സ്ത്രീക്കും ശൂദ്രനും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് വേദാധികാര നിരൂപണം എഴുതിയത്. ശ്രീ ശങ്കരാചാര്യന്റെ പല നിഗമനങ്ങളെയും യുക്തികളെയും ഈ ഗ്രന്ഥത്തിൽ ചട്ടമ്പിസ്വാമികൾ നിരാകരിക്കുന്നതായി കാണാൻ സാധിക്കും. ബ്രഹ്മസൂത്രത്തിന്റെ ഒരു ഭാഗത്ത് അപശൂദ്രാധികരണം എന്നൊരു അധികരണമാണ്. അപശൂദ്രാധികരണത്തിൽ ശൂദ്രന് വേദം പഠിക്കാൻ അവകാശമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഭാഷ്യത്തെ ചട്ടമ്പിസ്വാമികൾ വിമർശിക്കുകയും ശൂദ്രന് വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് ഉപനിഷത്തിലെ പല ഗുരുക്കന്മാരെയും ഉദാഹരിച്ചുകൊണ്ട് സ്വാമി സമർത്ഥിക്കുന്നു. അതുപോലെ സ്ത്രീകൾ വേദാധ്യയനം ചെയ്തിട്ടുള്ളതായും സ്ത്രീകൾ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിയതായിട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ നിരന്തരമായ നിരീക്ഷണ പരീക്ഷണ അന്വേഷണ ത്വരയോടുകൂടി സ്വാമി കണ്ടെത്തി അത് വേദാധികാര നിരൂപണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ വേദാധികാര നിരൂപണം സ്ത്രീക്കും ശൂദ്രനും വേദം പഠിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഏറ്റവും മഹത്തരമാർന്ന ഒരു രചനയായി നിലകൊള്ളുകയാണ്. അതുപോലെ ചട്ടമ്പിസ്വാമികൾ അക്കാലത്ത് എടുത്ത ഒരു നിലപാട് സനാതന ധർമ്മ വിശ്വാസികളെ മതം മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി കണ്ടെത്തിയിട്ട് സ്വാമി ക്രിസ്തുമതഛേദനം എന്നുള്ള ഒരു ഗ്രന്ഥം എഴുതുകയും ശിഷ്യന്മാരെ അത് പഠിപ്പിച്ച് ക്രിസ്തുമതത്തിൽ ഉള്ള ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും
ഹിന്ദുമതത്തിന്റെ വൈശിഷ്ട്യം വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മത പരിവർത്തന സംരംഭങ്ങളെ സ്വാമി നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുമത ഛേദനവും ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ്. ഒരിക്കൽ ഒരാൾ സ്വാമിയോട് ചോദിച്ചു, ക്രിസ്തുമത ഛേദനത്തിന് ക്രിസ്തുമതത്തെയും ക്രിസ്തുമത സിദ്ധാന്തങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്, ആരെങ്കിലും അതിന് മറുപടി എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചട്ടമ്പിസ്വാമിന് മറുപടി പറഞ്ഞത് അത് സാക്ഷാൽ ക്രിസ്തുവിനും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അത്ര ശക്തമായ ഭാഷയിലാണ് സ്വാമിയുടെ ക്രിസ്തുമത ഛേദനം എന്നുള്ള ഗ്രന്ഥം. സ്വാമി വളരെയേറെ ജീവകാരുണ്യമുള്ള മഹാത്മാവായിരുന്നു. സ്വാമിയുടെ സന്നിധാനത്തില് പാറ്റയും എറുമ്പും എലിയും പല്ലിയും വന്യമൃഗങ്ങളും എല്ലാം ഒരുപോലെ സഹവസിച്ചിരുന്നു. എല്ലാം ഒരേ ഒരു അദ്വൈത സത്യത്തിന്റെ, ഈശ്വര സത്യത്തിന്റെ സ്ഫുരണങ്ങളാണ് എന്ന് ബുദ്ധി കൊണ്ട് അറിയുക മാത്രമല്ല, അനുഭവം കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്ത മഹാപുരുഷനായിരുന്നു ചട്ടമ്പിസ്വാമി. ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളായി, ആത്മസഹോദരങ്ങളായി ജീവിച്ചവരാണ്. രണ്ടുപേരുടെയും ദേശം തിരുവനന്തപുരമാണ്. ഗുരുദേവനേക്കാൾ 2 വയസ്സ് ചട്ടമ്പിസ്വാമിക്ക് മൂപ്പുണ്ട്. രണ്ടുപേരും ആത്മസഹോദരങ്ങളായി പരസ്പരം വേദാന്ത കാര്യങ്ങൾ ചർച്ച ചെയ്തും മനനം ചെയ്തും ഒരിക്കൽ ഗുരു തന്നെ അരുളി ചെയ്തിട്ടുണ്ട്, നാം ചട്ടമ്പിസ്വാമിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുമായിരുന്നു, അതുപോലെ ചട്ടമ്പി നമ്മുടെ മടിയിലും തലവെച്ച് കിടന്നുറങ്ങുമായിരുന്നു എന്ന് ഗുരു തന്നെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആത്മസൗഹൃദം പങ്കിട്ട് ജീവിച്ച 2 മഹാത്മാക്കളാണ്. ഈ 2 മഹാത്മാക്കളുടെയും ജീവിത മാതൃകയെ സാംശീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് കൂട്ടായി ഒന്നായി ജീവിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഏവർക്കും സാധിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചട്ടമ്പിസ്വാമികളും ഗുരുദേവനും പങ്കിട്ട ആത്മസൗഹൃദം നമ്മുടെയും ജീവിതത്തിന്റെ സാധനാപാഠമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും.